പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവ് ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്നല്ലോ. എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും അവൻ ചെയ്ത നന്മകളൊക്കെ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഞങ്ങൾ ഇപ്പോൾ കൊച്ചിയിലാണ് ഉള്ളത്. ഒരു മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് വി ആർ ഓൺ ദ വേ ബാക്ക്. ഞങ്ങൾ മടങ്ങി വരുന്ന സമയമാണ് ബാംഗ്ലൂർ, മൈസൂർ ആൻഡ് കാലിക്കറ്റ്. ഇറ്റ് വാസ് എമേസിങ്. ആ 3 സ്ഥലങ്ങളിലും, ബാംഗ്ലൂരിലും മൈസൂരിലും അതുപോലെ തന്നെ കാലിക്കറ്റിലും. ഇന്നലെ കാലിക്കറ്റിലായിരുന്നു. എത്ര സൗഖ്യങ്ങളായിരുന്നു, എത്ര രോഗികളെയാണ്. സയാറ്റിക് നെർവ് വിളിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. ഈ സയാറ്റിക് പ്രോബ്ലമുള്ള, പുറത്ത് കാല് വരെ വേദനയുള്ള അനേകർ ഇവിടെ നിൽപ്പുണ്ട്. ഒരു കൂട്ടത്തോടെ ആൾക്കാർ നിൽക്കുന്നുവെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ചേർച്ചിൻ്റെ അകത്ത് ഒരു 30% ആൾക്കാർ അവർ മുമ്പോട്ട് വന്നു. അനേകരെ കർത്താവ് സൗഖ്യമാക്കാനിടയായി. കർത്താവിൻ്റെ അത്ഭുതകരം അവിടെ ഇറങ്ങുന്നത് കണ്ടു. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു സഹോദരി വയറ്, തനിക്ക് ക്യാൻസർ, വയറ് തടിച്ച് വീർത്ത്, തനിക്ക് വലിയ സ്വെല്ലിങ് അറിയാം, വയറിന് നീരറിയാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദ ലോർഡ് ഹാസ് ഡെലിവേർഡ് ഹെർ ടോട്ടലി. ആ നീര് പൂർണ്ണമായും അത് ചൊങ്ങിപ്പോയി. ആ വയറ് ചൊങ്ങി. ഞങ്ങൾ പറഞ്ഞ സോരിയോട് പോയി ടെസ്റ്റ് ചെയ്യണം, പോയി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ക്യാൻസർ അവിടെ കാണത്തില്ല. എൻ്റെ കർത്താവിൻ്റെ ജീസസ് ക്രൈസ്റ്റ് ഇസ് എ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. കർത്താവിന് ഒരിക്കലും ഒരു മാറ്റവുമില്ല. വിളിച്ച കർത്താവ് അന്ത്യത്തോളം വിശ്വസ്തനാണ്. ഈ പ്രഭാതത്തിൽ, ഈ മൺഡേ മോർണിംഗ്, അതുപോലെ തന്നെ ശനിയാഴ്ച നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ മൈസൂരിൽ അകത്തൊരു സ്ഥലത്തായിരുന്നു. അവിടെ കണക്ടിവിറ്റി തീരെ ഇല്ലായിരുന്നു. നോക്കുമ്പം ഒന്നുമില്ല. ജസ്റ്റ് ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നെറ്റ് ഡിസ്കണക്റ്റ് ആകുകയാണ്. സോ അതാ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ട് വി കുഡിൻറ്റ് ഡു ദ ലൈവ്. അപ്പം കർത്താവ്, ഞാൻ പറഞ്ഞത്, ആ മിഷൻ ട്രിപ്പ് മുഴുവൻ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറച്ചു, അഭിഷേകം കൊണ്ട് കർത്താവ് നിറച്ചു. കർത്താവിൻ്റെ അനേകരെ കർത്താവ് തൊടാനിടയായി. കർത്താവിൻ്റെ ദാസൻ തോമസ് ഒട്ടുകാരനെ അതിശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചു. ആ മീറ്റിങ്ങിലെല്ലാം വലിയ ഗ്ലോറി ഇറങ്ങി, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നിറവും. ഒത്തിരി പേർക്ക് ഫ്രീഡമായി, അല്ലേ? ഒത്തിരി പേർക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ കല്ല് പോലെ, ഇന്ന് കല്ലിനെ കുറിച്ച് ഞാൻ പറയാം, റോൾ ദ സ്റ്റോൺ എന്നാണ് ഇന്ന് എനിക്ക് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും. എവിടെയെങ്കിലും കല്ല് പോലെയൊക്കെ കട്ടിയായിട്ട് ചില കാര്യങ്ങൾ ഇരിക്കുന്നെങ്കിൽ റോൾ ദ സ്റ്റോൺ. നിങ്ങളുടെ അകത്തിരിക്കുന്ന കല്ല് ഉരുട്ടി ഒന്ന് മാറ്റിക്കോ. പ്രൈസ് ദ ലോർഡ് ഈസ് ഓൺ ദ വേ. എൻ്റെ കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ നീട്ടുക തന്നെ ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തന്നു. ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ്, കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, ലോക അവസാനത്തോളം എല്ലാ നാളും എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരു കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട് കർത്താവ്. ആ ധൈര്യത്തിൽ ഇന്ന് നമുക്കായിരിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വിചാരങ്ങൾ വരാം. ഈ ലോകത്തിൽ പലവിധ പ്രശ്നങ്ങളിലൂടെ, പലവിധ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതിനെ ചൊല്ലിയും വിചാരങ്ങളും പ്രയാസങ്ങളും നിരാശകളും എന്തായി തീരുമെന്നുള്ള ചിന്തകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ എല്ലാം കർത്താവുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുക ഫിലിപ്പിയർക്ക് ലേഖനമാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. തൻ്റെ അവസ്ഥ അപ്പം കാരാഗ്രഹത്തിലായിരുന്നു, പക്ഷെ താൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടില്ല. അവിടുന്ന് ഇറങ്ങുമോന്നോ, അവിടെ വെച്ച് തൻ്റെ ജീവൻ നഷ്ടപ്പെടുമോന്നോ ഒന്നും തനിക്കൊരു വിചാരമില്ലായിരുന്നു. എന്താ, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം. ഇന്നും ആ പലതിനെ ചൊല്ലി വിചാരപ്പെടാതെ ആ കർത്താവിലേക്ക് നോക്കി, ആ കർത്താവിൽ പ്രത്യാശ വെച്ച് എൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ധൈര്യത്തോടെ, ആ ബോധ്യത്തോടെ, ആ ഉറപ്പോടെ ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും വിടുതൽ കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിന് കഴിയും.
കർത്താവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവനാ. വാക്ക് പറഞ്ഞ കർത്താവ് ആകാശം മാറിയാലും ഭൂമി മാറിയാലും തൻ്റെ വാക്ക് താൻ മാറ്റത്തില്ല. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും നമുക്കുള്ളതാ. ആ വാക്കിലനുസരിച്ച്, ആ വചനത്തിനനുസരിച്ച് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ എല്ലാവർക്കും ഉള്ളത്. പ്രോമിസസ് ഓപ്പൺ ടു ഓൾ. എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച്, വാഗ്ദത്തം വിളിച്ചു പറഞ്ഞ് ആ കർത്താവിലേക്ക് നോക്കി ഇന്ന് നമുക്കായിരിക്കാം. ഈ ഷിന എന്ന് പറഞ്ഞ പോലെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞ പോലെ ഈ വാഗ്ദത്തങ്ങൾ വിളിച്ച് പറയണം. വാഗ്ദത്തങ്ങൾ വിളിച്ച് പറയണമെങ്കിൽ ഒന്ന് നമ്മുടെ മനസ്സ് ഫ്രീ ആകണം, അല്ലേ? മനസ്സിന്റെ അകത്തിരിക്കുന്ന ആ കട്ടിയൊക്കെ, ആ ഹെവിനെസ്സും ആ ബേർഡനും ഒക്കെ എന്ത് ചെയ്യണം, അത് പുറത്താക്കിയാൽ മാത്രമേ കർത്താവിന് എന്നിലൂടെയും നിങ്ങളുടെയും ഫ്ലോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ ഭാരമൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വി വിൽ നെവർ റീച്ച് അവർ ഡെസ്റ്റിനി. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നന്മയിലേക്കോ അനുഗ്രഹമോ നമ്മൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഈ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം, ഇന്ന് ലൂക്കോസ് 11 ഇന്ന് ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം നമ്മൾ നോക്കുമ്പം നമുക്ക് വളരെ സുപരിചിതമായ ചില വേദഭാഗങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ വേദഭാഗത്തിലെ ആശയം നമുക്കറിയാം. കർത്താവ് ഏറ്റവും സ്നേഹിച്ച ഒരു ഭവനമാണ് ലാസറിന്റെ വീട്, അല്ലേ? ആ ലാസറിനെയും തൻ്റെ സഹോദരിമാരെയും കർത്താവ് സ്നേഹിച്ചു. ഗോഡ് ലവ് ദം. കർത്താവിന് ഭയങ്കര ഫ്രീഡമുള്ള വീടാണ്. എപ്പോൾ വേണേലും ആ ബെഥാനിയ വഴി കയറി ചെല്ലുന്ന സമയത്ത് എപ്പോൾ വേണേലും കയറാവുന്ന, കർത്താവും ശിഷ്യന്മാരും കൂടെ പോയി താമസിക്കുന്ന, കർത്താവിനെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്ന അങ്ങനെ ഒരു വീടായിരുന്നു. കർത്താവിന് സ്വാതന്ത്ര്യമുള്ള ഒരു വീടായിരുന്നു ലാസറിൻ്റെ ഭവനം. പക്ഷെ ആ ഭവനത്തിൽ ദുഃഖകരമായ ഒരു അനുഭവം ഉണ്ടാകുകയാണ്. ലാസർ പെട്ടെന്ന് ഒരു രോഗം വന്ന് മരിക്കുന്നു. ബാഡ് തിങ്സ് ക്യാൻ ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ ഓൾസോ. ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ചിലപ്പോൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന വ്യക്തികളിലും വീടുകളിലും ഒക്കെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് തീർന്നുപോയി, കർത്താവ് കൈവിട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. പലപ്പോഴും നമ്മൾ ആ വിഷയത്തിൽ നോക്കും, അയ്യോ കർത്താവ് എന്നാ കൈവിട്ട, കർത്താവ് എന്നാ ഇങ്ങനെ ചെയ്ത്. പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിൻ്റെ അകത്ത് എന്നോടാ നമുക്ക് പലപ്പോഴും പരാതി, കർത്താവിനോടാണ് പലപ്പോഴും പൊറുപൊറുപ്പ്. ഡോണ്ട് മർമർ ടു ഗോഡ്. കർത്താവിനോട് പൊറുപൊറുക്കരുത്. കാരണം കർത്താവ് ദോഷമായിട്ട് കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ഒരു കാര്യമുണ്ട്, ഒരു പ്രതിസന്ധി വന്നാലും ഒരു പ്രശ്നം വന്നാലും കർത്താവുള്ള മക്കൾക്ക് അതിൻ്റെ ഇടയിലൂടെ ചില വഴികൾ കർത്താവ് ഒരുക്കും. ആ പ്രതിസന്ധി പ്രതികൂലം ഒന്നിൻ്റെയും അവസാനമല്ല, അത് ഉന്നതമായ ഒരു ജീവിതത്തിൻ്റെ ആരംഭമാണ്. ആ പ്രതിസന്ധികളെ നോക്കി ഇന്ന് പ്രഭാതത്തിൽ കരയാനല്ല, പറഞ്ഞതുപോലെ വിചാരപ്പെടരുത്. ഒന്ന് വിശ്വസിച്ചാൽ മതി. ജസ്റ്റ് ബിലീവ്. അവിടെ കർത്താവ് അടുത്ത പട്ടണത്തിലായിരുന്നു. ലാസർ മരിച്ചെന്ന് അറിയുന്നു. കർത്താവ് 4 ദിവസം കഴിഞ്ഞ് ആ പട്ടണത്തിലേക്ക്, ബെഥാനിയയിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. ബെഥാനിയയിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ അവിടെ യേശു വരുന്നു എന്നറിഞ്ഞ് വഴിവക്കിൽ മാർത്ത യേശുവിനെ സ്വീകരിക്കുകയാണ്. വെൽക്കം ചെയ്യാൻ മാർത്ത ഓടി ആ വഴിവക്കിൽ വന്നു. മറിയ സിസ്റ്റർ പരാതിയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. കാരണം ആളയച്ചു, യേശു വന്നില്ല. പ്രതീക്ഷിച്ചു കർത്താവിനെ അവിടെ. അങ്ങനെയല്ലേ നമ്മൾ പലരും, ചിലർ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില രീതി കാര്യം നടന്നില്ലെങ്കിൽ നമുക്കൊരു പിണക്കമുണ്ട്, ഒരു വിഷമമുണ്ട് എന്ന് പറഞ്ഞ പോലെ മറിയ ഒരു ചെറിയ വിങ്ങലോടെ വീട്ടിൽ തൻ്റെ സഹോദരൻ, തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട തൻ്റെ സഹോദരനാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്, തനിക്ക് ചില പ്രയാസമുണ്ട്. എന്നാൽ മാർത്ത ഓടിയ വഴിവെക്കിൽ ചെന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. അപ്പോൾ അവരുടെ കൺസേൺസ്, അവരുടെ ഭാരമൊക്കെ അവിടെ ഷെയർ ചെയ്യുകയാണ്. അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ച ഷീന. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യേശു അവളോട്, ഗോഡ് ഈസ് റിലീസിങ് എ വേർഡ്. ഈ കർത്താവിന്റെ വചനം അതൊരിക്കൽ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഈ റിട്ടൺ വേർഡ് ഉണ്ടല്ലോ, ഈ എഴുതപ്പെട്ട വചനം ജീവനുള്ള വചനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. ദ റിട്ടൺ വേർഡ് ഷുഡ് ലീഡ് അസ് ടു ദ ലിവിങ് വേർഡ്. ആ എഴുതപ്പെട്ട വചനം ജീവിക്കുന്ന വചനത്തിൽ
തലത്തിലേക്ക് എന്നെ നിങ്ങളെയും കൊണ്ടുവരണം. ആ ഒരു വാക്ക് അവിടെ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ഞാൻ നോക്ക്, ഗോഡ് ഈസ് റിലീസിങ് സംതിങ്. താൻ കാണാൻ ആഗ്രഹിക്കുന്നത് ചിലത് കർത്താവ് റിലീസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ഇന്ന് പല പ്രതിസന്ധികളായിരിക്കാം, പല വെല്ലുവിളികളായിരിക്കാം. ആ വെല്ലുവിളിക്കകത്ത് റിലീസ് വാട്ട് യു വാണ്ട് ടു സീ. നിങ്ങൾക്ക് എന്താണോ കാണാൻ, സാഹചര്യം പ്രതികൂലമായിരിക്കും, എല്ലാവരും എതിരെ നിൽക്കുകയായിരിക്കും, വഴികളൊന്നുമില്ലായിരിക്കും, എല്ലാം അടഞ്ഞായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അടഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തോട്ട് നിങ്ങളൊന്ന് റിലീസ് ചെയ്തൊന്ന് വാക്കുവിട്ടെ, ഇത് കർത്താവ് അത്ഭുതം ചെയ്യും, കർത്താവ് പ്രവർത്തിക്കും, ഇതിൻ്റെ അകത്ത് വഴി തുറക്കും. ഇതിൻ്റെ അകത്ത് ആരൊക്കെ എതിരെ നിന്നാലും, ആരൊക്കെ എനിക്ക് പ്രതികൂലമാണെങ്കിലും, കർത്താവ് എനിക്ക് അനുകൂലമാണെങ്കിൽ ഒരു പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോയേ മതിയാകത്തുള്ളൂ. നിങ്ങൾ വിളിച്ച് പറയുന്നതാണ് സംഭവിക്കുന്നത്. നോക്ക്, ആ റിട്ടേൺ വേർഡ്, ദൈവത്തിൻ്റെ വചനം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം, പ്രൈസ് ലോർഡ്, അത് യു ഷുഡ് ക്യാരി, അത് യു ഷുഡ് ബ്രിങ് ഇറ്റ് ഇൻ ടു യുവർ ഫെയ്ത്ത് റെലം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് അത് കൊണ്ടുവരണം. ആ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം മാറുന്നത്, കൺസേൺസ് മാറുന്നത്, നമ്മുടെ നിരാശ മാറുന്നത്, നമ്മുടെ ദുഃഖം മാറുന്നത്. ഈ വിഷയം മാറിയിട്ടല്ല ദുഃഖം മാറുന്നത്, വിശ്വാസം വരുമ്പോഴാണ് ദുഃഖം മാറുന്നത്. വിശ്വാസം വരുമ്പോൾ അസാധാരണമായി ധൈര്യം വരും, വലിയൊരു ബോൾഡ്നെസ് നമുക്ക് കിട്ടും. ഇല്ല, കർത്താവ് പ്രവർത്തിക്കും, ഇതിൻ്റെ അകത്ത് ചില വഴികൾ കർത്താവ് തുറക്കും. അങ്ങനെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ചില വിഷയങ്ങളെ ഒന്ന് ഫേസ് ചെയ്തേ. ഇവിടെ മാർത്ത പറയുന്നത്, ആ നോക്ക്, യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ഈ മാർത്തയെ പറ്റി പറയുമ്പം, ഈ മാർത്തയെ പലപ്പോഴും ഈ ദൈവവചനത്തിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ അതിന്റെ 10-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എത്ര വാക്യ വിഷയം അതിന്റെ 10, ലൂക്കോ അതിന്റെ 40 മുതൽ വായിച്ചു. മാർത്തിയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്നു. കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും നീ പലതിനെ നോക്കാം. ഈ മാർത്തയെ കുറിച്ച് പറയുമ്പം, മാർത്ത ഈസ് ഓൾവേസ് എ ട്രബിൾഡ് പേഴ്സൺ. നീ പലതിനെ ചൊല്ലി നീ വിചാരപ്പെട്ട് മനസ്സ് കലങ്ങി. യേശു വന്നിരിക്കുകയാണ്, ശിഷ്യന്മാർ വന്നിരിക്കുകയാണ്, അവിടെ കൺസേൺ എങ്ങനെ ഇവരെ ശുശ്രൂഷിക്കണം, ഇവർക്ക് വേണ്ടതെല്ലാം ഒരുക്കണം, ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ സ്മൂത്തായിട്ട് നടക്കണം. അങ്ങനെ പലതിനെ ചൊല്ലി മാർത്ത ഇങ്ങനെ ഓടി എല്ലാം വിചാരപ്പെട്ടൊക്കെ നടക്കുകയാണ്. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. അവിടെ പറയാണ്, മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത്. അപ്പൊ ഈ മാർത്ത ഇച്ചിരി കുഴപ്പമുണ്ട്, അത്ര നല്ല അംശമല്ല തെരഞ്ഞെടുത്തതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലോട്ട് നമ്മൾ കാണുമ്പോൾ അവിടെ മാർത്തയുടെ റിയൽ മെറ്റീരിയൽ, മാർത്ത എന്താണ്, വാട്ട് ഈസ് മാർത്ത എന്ന് ശരിക്ക് വെളിപ്പെടുവാണ്. ആ മാർത്ത ഈസ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. ഒന്ന്, യേശു അന്നെന്നറിഞ്ഞ് അവൾ ആദ്യം ഓടിച്ചെന്നു. എന്നിട്ട് അവിടെ തൻ്റെ കൺസേൺ പറയുക. നമ്മൾ കൺസേൺസ് പറയുക അല്ലേ, നമ്മുടെ ഭാരവും നമ്മുടെ പ്രയാസവും നമ്മുടെ വേദനയൊക്കെ നമ്മൾ കർത്താവിനോട് പറയും. അതിന് യാതൊരു കുഴപ്പമില്ല. കർത്താവിനോട് നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ നിശ്ചയമായിട്ടും പകരണം. ഒരു ഭാരമുണ്ടെങ്കിൽ, ഒരു ദുഃഖമുണ്ടെങ്കിൽ അത് പകരണം കർത്താവിൻ്റെ സന്നിധി. ആൻഡ് ഡോണ്ട് ക്യാരി ദാറ്റ് ബർഡൻ. ആരോട് പറയുക, അത് കൊണ്ട് നടക്കുകയല്ല, അത് കാസ്റ്റ് ഇറ്റ് ഓൺ ജീസസ്. യേശു മാത്രം പറഞ്ഞൊരു വാക്കാണ്, നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്. കാസ്റ്റ് ഇറ്റ് ഓൺ ജീസസ്. പലപ്പോഴും നമ്മൾ കാസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ആരാധനയിലൊക്കെ വരുമ്പോൾ ചില വാക്കൊക്കെ കേൾക്കുമ്പോൾ ആ ഭാരം എല്ലാം കൊടുക്കും. പക്ഷെ തിരിച്ചു പോകുന്നതിന് മുമ്പേ ആ ഭാരം എടുത്തുകൊണ്ട് നമ്മൾ പോകും. ഡോണ്ട് ക്യാരി യുവർ ബർഡൻസ്, ഡോണ്ട് ക്യാരി യുവർ ട്രബിൾസ്. ഈ ഭാരം ചുമക്കുന്നതിന് ഒരു ചുമട്ടുകൂലി നമുക്ക് കിട്ടത്തില്ല, ഒന്നും നമുക്ക് കിട്ടത്തില്ല. അത് കാസ്റ്റ് ഇറ്റ് ഓൺ ജീസസ്. എന്നിട്ട് എന്ത് ചെയ്യണം, അകത്ത് നാം ഫ്രീ ആകണം. അങ്ങനെ മാർത്ത വന്ന് പറയാം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഉടനെ യേശു പറയുകയാണ്, ബ്രേസ്, അവിടെ കർത്താവ് അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ഇത് നോക്കിയേ, മാർത്തയെ നമ്മൾ കാണുക, പലതിനെ പറ്റി വിചാരപ്പെട്ട് നടക്കുന്ന ഒരു മാർത്ത. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. പക്ഷേ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞപ്പോൾ മാർത്ത പറയുന്ന ഒരു വാക്ക് ഒന്ന് വായിച്ച് 24-ാമത്തെ വാക്യത്തിൽ, അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. മാർത്ത പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചു, ഉയർപ്പിൽ വിശ്വസിച്ചു. നോക്ക, പുനരുദ്ധാനമുണ്ടെന്നും ഉയർപ്പുണ്ടെന്നും മാർത്ത വിശ്വസിച്ചു.
നോക്ക്, പല കാര്യങ്ങളിൽ പുള്ളിക്കാരെയൊക്കെ ചുറ്റിയൊക്കെ അടിച്ച് നടന്നെങ്കിലും പക്ഷേ അകത്ത് നല്ല സ്ട്രോങ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ഡു യു ബിലീവ്? എൻ്റെ കർത്താവ് ഇന്നും പകലും ചോദിക്കാനുള്ളത്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ് ഐ ക്യാൻ ബ്രിങ് യു ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ യു ഗോ ത്രൂ? നിങ്ങൾ കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? കർത്താവ് ഇന്നും ആരോടൊക്കെയോ ചോദിക്കുക, ഡു യു ബിലീവ്? നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? മാർത്ത ഇവിടെ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചു. അതിന്റെ 27-ാമത്തെ വാക്യം, അവൾ അവനോട്, ഉവ്വ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക്, ക്രിസ്തു നീ ആണെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിൽ വരുവാനുള്ള ക്രിസ്തു രക്ഷകനാ, യേശു ക്രിസ്തു രക്ഷകനാണെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പുനരുദ്ധാനത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, രക്ഷകനാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ അവിടെ പുറമേ കണ്ടുള്ളൂ. മാർത്ത ഇങ്ങനെ മറിയ നോക്കിയ മാർത്ത ഒന്ന് നോക്കി, എന്നെ സഹായിക്കുന്നു ഒന്നുമില്ല, ഇങ്ങനെ പലതിനെ പറ്റി വിചാരപ്പെട്ട് നിൽക്കുക. വെളിയിലുള്ളവരതാ കണ്ടേ. എന്നാൽ നോക്കി, അവിടെ വിശ്വാസം, അവൾ എന്ത് പ്രത്യാശ വെച്ചിരുന്നു എന്ന് ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. ഒന്ന്, ഉയർപ്പിൽ വിശ്വസിച്ചു. 2, യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിലും നിങ്ങളുടെ മുമ്പിൽ അടയത്തില്ല. നോക്ക്, യേശു 25-ാം വാക്യത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. 25-26 ഒന്ന് വായിച്ച ഷീന. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനം. യേശു പറയും, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡിക്ലെയറിംഗ്, ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും എന്ത് ചെയ്യും? ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നു? ഇത് നീ വിശ്വസിക്കുന്നു എന്ന് കർത്താവ് ചോദിച്ചു. അവിടെ ഒരു സിറ്റുവേഷൻ, അവിടെ മരിച്ചു, ലാസർ മരിച്ചു, കല്ലറയ്ക്കകത്ത് വെച്ചു, 4 ദിവസം കഴിഞ്ഞു. അപ്പൊ അതിന്റെ എല്ലാം എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ്. ഒന്നും ഇനിയും രക്ഷയില്ല, സാധ്യതകളെല്ലാം അവസാനിച്ചു. മാർത്തയത പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു. ബിക്കോസ് ജീസസ് വാസ് ഹീലിംഗ് എവറി സിക്ക് പേഴ്സൺ. എല്ലാ രോഗിയെയും കർത്താവ് സൗഖ്യമാക്കുക. ഇപ്പൊ കല്ലറയ്ക്കകത്തും വെച്ചു, ഇനിയും ഒരു സാധ്യതയില്ല, 4 ദിവസമായി, ഇനിയും എല്ലാ സാധ്യതകളും. ഇന്ന് പ്രഭാതത്തിൽ എന്നെ സാധ്യതകൾ അടഞ്ഞു എന്ന്, ഇനിയും രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, ഇന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ഡു യു ബിലീവ്? ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ്? എനിക്ക് ഇപ്പോഴും പ്രവർത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ കരം ഇപ്പോഴും നീണ്ടു വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നന്മകളും അനുഗ്രഹങ്ങളും അയക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ രോഗം സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ സാമ്പത്തിക വെല്ലുവിളി അത് എത്ര വലുതാണെങ്കിലും അതിൻ്റെ അകത്ത് ഞാൻ വഴികൾ തുറക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് ചോദിക്കുകയാണ്, ഡു യു ബിലീവ്? എൻ്റെ കർത്താവിന് ഈ ഡു യു ബിലീവ് എന്ന് കർത്താവ് ചോദിക്കുമ്പം ഗോഡ് വാണ്ട്സ് ടു സീ ദ ആക്ഷൻ. എൻ്റെ കർത്താവിന് ഈ ഇന്ന് മുതൽ ഹെവൻലി ഫീസ്റ്റ് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. 10 ദിവസം ഉപവാസവും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടക്കുമ്പം ഈ ഒരു പ്രാവശ്യം കൂടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, വീണ്ടും ഞങ്ങൾ 10 ദിവസം ഒന്നിച്ചിരുന്നു എന്ന് പറയാനല്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലതിനെയൊക്കെ പൊട്ടിക്കണം, ചിലതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ അവിശ്വാസം കൊണ്ടുവന്നിടുന്ന ആ പ്രവർത്തികളെ പൊട്ടിക്കണം. ഇവിടെ അങ്ങനെ താഴോട്ടൊരു കാര്യം, അതിന് 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് നോക്ക്, യേശുവിനെ ഞാൻ കുറെ കാര്യങ്ങളോട് പറയാനുണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കോറിലോട്ട് ഞാൻ വരിക. അവിടെ നോക്ക്, യേശുവിനെ കല്ലറയിലോട്ട് കൊണ്ടുപോവാണ്. യേശു ചോദിക്കുക, എവിടെയാ അവനെ വെച്ചത്? അതിന്റെ ഇടയ്ക്ക് മറിയ വരുന്നുണ്ട്. മറിയ ഇതേ കാര്യം തന്നെ പറയുന്നു. എന്നിട്ട് ചോദിക്കുക, അവനെ എവിടെയാ വെച്ചത്? എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം എന്നാണെന്നറിയോ? എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയേ? വേർ ഡിഡ് യു ലൂസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം ഈ പ്രഭാതത്തിൽ നഷ്ടപ്പെട്ടത് എവിടെയാണോ? ടേക്ക് ജീസസ് ദർ. അവിടെ യേശുവിനെ ഒന്ന് കൊണ്ടുപോയി, ഒന്നിനും കുറവ് വരത്തില്ല. യേശു ആ കല്ലറയുടെ അവിടെ നിന്നുകൊണ്ട്, അവിടെ 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ച ഷിന. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. റോൾ ദ സ്റ്റോൺ. ഈ കല്ല് എന്ത് ചെയ്യണം? നീക്കണം. നോക്ക്, കർത്താവിന് എന്നെ ലാസറെന്ന് ഒരു വിളി വിളിച്ചാൽ ആ കല്ലൊക്കെ പൊട്ടിത്തെറിച്ച് ലാസർ വെളി വരത്തില്ലേ?
നോക്ക്, ഈ യേശു മരിച്ച് അടക്കി കല്ലറയ്ക്ക് അകത്ത് വെച്ചു. 3-ാം ദിവസം മറിയയും ജോഹന്നായും അവിടെ ആ വെളുപ്പിനെ അധികാലത്തെ ആ കല്ലറയിൽ ചെല്ലുമ്പം അവരുടെ ഏറ്റവും വലിയ കൺസേൺ കല്ല് ആര് ഉരുട്ടി മാറ്റും, ഹൂ ഈസ് ഗോയിങ് ടു റോൾ ദ സ്റ്റോൺ ഫോർ അസ്, അതായിരുന്നു അവരുടെ കൺസേൺ അല്ലേ. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്നാ, കല്ല് ഉരുണ്ട് മാറി ഇരിക്കുന്നത് അവർ കണ്ടു. കർത്താവിന്റെ പുനരുദ്ധാന ശക്തി ആ മരണത്തിൽ നിന്ന് ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്നെ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാഹചര്യവും തനിയെ മാറാൻ തുടങ്ങി. ഇവര് കല്ല് മാറ്റണോ? യേശുവിന് തന്നെ ഒരു ഒറ്റ വാക്ക് ലാസറേന്ന് വിളിച്ചാൽ ആ ഉയർപ്പിന്റെ ശക്തി ആ കല്ലിനെ പോലും പൊട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ളതാണ്. പക്ഷേ ഇവിടെ കർത്താവിന് എന്നോടും നിങ്ങളോടും പറയാനുള്ള കാര്യം എന്താണെന്നറിയാവോ? ആ കല്ലായിട്ടിരിക്കുന്നത്, ഭാരമായിട്ടിരിക്കുന്നത്, തടസ്സമായിട്ടിരിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന ഹിൻഡ്രൻസ് നിങ്ങൾ തന്നെ ഉരുട്ടി മാറ്റണം. ഐ വിൽ ഡു യേശുവിന് പറയാം, ഐ വിൽ ഡു ദ മിറക്കിൾ, ഐ വിൽ പ്രിപ്പയർ എ വേ ഫോർ യു. പക്ഷെ നിങ്ങൾ ആ ഷീന പറഞ്ഞ പോലെ, രാവിലെ പറഞ്ഞ പോലെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്നാണെന്നറിയാം, ആ ഭാരമുണ്ടല്ലോ, ആ ഹെവിനെസ് ക്യാൻ കിൽ യുവർ ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് ക്യാൻ കിൽ യുവർ ഹെവിനെസ്. നിങ്ങളുടെ ഭാരം നിങ്ങളുടെ വിശ്വാസത്തെ കെടുത്തും. നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ ഭാരത്തെ കെടുത്തി കളയാനുള്ള ശക്തിയുണ്ട്. ഡോണ്ട് കിൽ യുവർ ഫെയ്ത്ത്. ഹെവിനെസ് ആണ്, നമ്മൾ പോലും അറിയുന്നില്ല, ആ ഹെവിനെസ് ആണ് വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസത്തെ കെടുത്തി കളയുന്നത്. സമ്മതിക്കരുത്. ഇവിടെ പറയാണ് കല്ല് ഉരുട്ടി മാറ്റുക. അന്നേരം പല കാര്യങ്ങൾ പറയുകയാണ്. കല്ലുരുട്ടി മാറ്റാൻ നാറ്റം വെച്ചു എന്ന് വായിച്ച ഷിന. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു 40 ഇവിടെ ശ്രദ്ധിച്ചോണം, ഒരു വാക്ക് ഇവിടെയുണ്ട്. യേശു അവിടെ 40-ാം വാക്യത്തിൽ പറയുകയാണ്, കല്ലുരുട്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ പറയാം, മരിച്ചു, നാറ്റം വെച്ചു, 4 ദിവസമായി. നോക്ക്, നടക്കത്തില്ല, ആ സാഹചര്യം നടക്കത്തില്ല. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആ സാഹചര്യം വിളിച്ചു കാണിക്കുന്നത് അത് തീർന്നു എന്നാണ്. എന്നാൽ യേശു പറയാണ് കല്ല് ഉരുട്ടി മാറ്റുകയും. ഇന്ന് നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്ത് ആ ഭാരം ഉണ്ടല്ലോ, നടക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ കല്ല്, റോൾ ദാറ്റ് സ്റ്റോൺ, റോൾ ഇറ്റ് അവേ ആൻഡ് കാസ്റ്റ് ഇറ്റ് ഇൻടു ദ സീ. അത് കടലിന്റെ ആഴത്തിലേക്ക് നിങ്ങൾ എറിഞ്ഞു കളഞ്ഞോ. Jesus is on your way. എന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. and he is on the way. he will prepare something new for you. ആരോട് പറയുകയാണ്? എന്തൊക്കെയോ പുതിയത് കർത്താവ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുകയാണ്. നോക്ക്, ഇവിടെ പറയുകയാണ് കല്ല് ഉരുട്ടി നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു, 4 ദിവസമായല്ലോ. 40-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വായിക്കോഷന. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഡോണ്ട് യു ബിലീവ് വാട്ട് ഐ സെഡ് യു? ഞാൻ ഇപ്പൊ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഇപ്പൊ പറയുന്നല്ല പറഞ്ഞേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇവിടെ വെച്ച് പറഞ്ഞു. ആ ആദ്യം വഴി കണ്ടപ്പം തന്നെ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ജീവനോടെ ഇരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും മരണം കാണത്തില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഓൾറെഡി പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു വിഷയത്തെ പറ്റിയും വെറി ചെയ്യരുത്. റോൾ ദ സ്റ്റോൺ. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? കർത്താവിന് ഒറ്റ വാക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? മരിച്ച ലാസറെ പുറത്ത്, ലാസറെ എന്ന് ഒരു വിളി വിളിച്ചാൽ, അവിടെ ലാസറെ എന്നാ വിളിച്ചേ. മരിച്ചവര് പുറത്ത് വരാൻ പറഞ്ഞിരുന്ന മരിച്ച മുഴുവൻ പേരെയും നോക്ക് പുറത്ത് വന്നേനെ. ലാസറെ എന്ന് ഒറ്റ വിളി വിളിച്ച് പുറത്ത് വരിക എന്ന് പറഞ്ഞു. മരിച്ച ലാസർ പുറത്ത് വന്നു. എന്നിട്ട് എന്നെ പറഞ്ഞു, മറ്റുള്ളവരോട് പറയും അവന്റെ കെട്ട് അഴിപ്പി, അവൻ പോകട്ടെ. പ്രീസ്, നിങ്ങൾ നോക്ക്, ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, പ്രീസ്, ആ കല്ലൊക്കെ ഒന്ന് ഉരുട്ടി ഒന്ന് മാറ്റിക്കോ, അത്ഭുതം നടക്കും. നമ്മളെ ഈ ഉപവാസ പ്രാർത്ഥന ഇന്ന് മുതൽ 10 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ആണ്. ഒന്നിച്ചിരിക്കുക. ഞങ്ങള് പല സ്ഥലങ്ങളിലാണ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദിവസങ്ങളിലിരിക്കുക. ചില വീടുകളിലിരിക്കുന്നു, ചർച്ചിലുണ്ട്, അതുപോലെ തന്നെ മിറ്റത്ത് കൺവെൻഷനുകൾ നടക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും ഹോൾ ഹെവൻലി വിസ് ചർച്ച്,
എല്ലായിടത്തും 10 ദിവസം ഉപവസിക്കുകയാണ്. പല രീതിയിലാണ് ഇപ്രാവശ്യം ഉപവാസം പോകുന്നത്. ഒരു സിംഗിൾ പ്ലേസിലല്ല ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നത്. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും നമ്മൾ ചർച്ചിൽ വെക്കും. ഈ വെള്ളി, ശനി, ഞായർ 3 ദിവസം നമ്മൾ ചർച്ചിലുണ്ട്. എന്നാൽ ബാക്കി ദിവസങ്ങളെല്ലാം ചില വീടുകളുടെ മുറ്റത്ത്, ചില ഭവനങ്ങളുടെ അകത്ത് പകല് നടക്കുന്നു, ചില മുറ്റത്ത് കൺവെൻഷനുകൾ നടക്കുന്നു. സോ വി ആർ വിത്ത് ജീസസ്. ആ കർത്താവിന്റെ കൂടെ നടക്കുക. പക്ഷേ ഇന്ന് കർത്താവിന്റെ കൂടെ നടന്നു, ഞാൻ 10 ദിവസം ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റോൾ ദ സ്റ്റോൺ. ഇന്ന് കല്ല് ഉരുട്ടി മാറ്റിക്കണം. ആ ഭാരം, കാസ്റ്റ് ദാറ്റ് ബർഡൻ ഓൺ ജീസസ് ക്രൈസ്റ്റ്. അത് കർത്താവ് ചോദിച്ചത്, നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞത്, the written word should lead you to the living word. ആ എഴുതപ്പെട്ട വചനം ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിലോട്ട്, ആ വചനത്തിലോട്ട് എന്നെ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കണം. പലപ്പോഴും നമ്മളിതെല്ലാം വിശ്വസിക്കുന്നുണ്ട്, ബൈബിളിലുണ്ട്, നമുക്കറിയാം, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കും, ഇതെല്ലാം അറിയാം. പക്ഷേ വി ആർ നോട്ട് സബ്ജക്ട് ടു ചേഞ്ച്. എന്നെ ഒന്ന് മാറ്റാൻ ഞാൻ ശ്രമിക്കാറില്ല. പലപ്പോഴും ആ ബേർഡൻ പിന്നെ എടുക്കും, ആ ഭാരം പിന്നെ എടുക്കും, ആ ദുഃഖം പിന്നെ പറയും. പിന്നെ അടുത്ത ആൾ വരുമ്പോൾ, തങ്കുബ്രറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. തങ്കുബ്രറിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ദ അനോയിന്റിംഗ് ബ്രേക്സ് എവറി യോക്ക്. നോക്ക്, അഭിഷേകമായി എല്ലാ നുഖത്തെയും തകർക്കുന്നത്. ഓരോരുത്തരുടെ മേലുമുള്ള അഭിഷേകവും അതിന്റെ അനോയിന്റിങ്ങിന്റെ ലെവലും ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷേ വിശ്വസിക്കാൻ, യു ഹാവ് ടു ബിലീവ്. അടുത്ത പ്രാവശ്യം തോമസ് ഉണ്ടിവർ വരുമ്പോൾ പ്രാർത്ഥിക്കാം, ഇന്ന് തങ്കുബ്രർ വരുമ്പോൾ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ റെജി ബ്രദറിന്റെയോ ഷാജി ബ്രദറിന്റെയോ അടുത്ത് ചെല്ലാം, അല്ലെങ്കിൽ മറ്റൊരു സഹോദരന്റെ അടുത്ത് ചെല്ലാം, അല്ലെങ്കിൽ പാസ്റ്റർ ക്രിസ്റ്റിന്റെ മിനിസ്ട്രിയിൽ. നോക്ക്, വി ഓൾ പ്രീച്ച് ദ സെയിം റിസൺ കിങ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങളൊക്കെ എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു വ്യക്തിയുടെ കാര്യമാണ്, ഹിസ് നെയിം ഇസ് ജീസസ്. ആ കർത്താവ് ചോദിക്കുന്നത്, നോക്ക്, ഞാൻ പറഞ്ഞിട്ടില്ലേ വിശ്വസിച്ചാൽ മഹത്വം കാണുമെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ലേ? ജീസസ് ഇസ് ടെല്ലിങ് യു ടു സംബഡി ടുഡേ മോർണിംഗ്. ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് കാണും എന്ന് പറഞ്ഞിട്ടില്ലേ? ക്യാൻ യു ബിലീവ്? ആൻഡ് റോൾ ദ സ്റ്റോൺ. ആ കല്ല് എന്ത് ചെയ്യണം? കല്ല് നമ്മൾ മാറ്റിയാലേ പറ്റത്തുള്ളൂ. കല്ല് നമ്മൾ ഉരുട്ടണം. കർത്താവ് വന്ന് ഈ കല്ലൂടെ കർത്താവ് അല്ല കല്ല് മാറ്റും. ഞാൻ എൻ്റെ കല്ല്, എൻ്റെ പേരെഴുതിയ കല്ല്, എൻ്റെ പേഴ്സണലൈസ്ഡ് കല്ല്. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ കല്ലുകളുണ്ട്. അവരവരുടെ കല്ലുകൾ എന്നാന്ന് അവരവർക്ക് അറിയാം, അല്ലേ? ആ ഹിൻഡ്രൻസ് എന്നാ, ആ തടസ്സം എവിടെയാ നമുക്കറിയാം. അതിനെ എന്ത് ചെയ്യണം? പൊട്ടിച്ചു കളയണം. ആ കല്ലാണ് ഉരുട്ടേണ്ടത്. ആ കല്ല് അങ്ങോട്ട് ഉരുട്ടി മാറ്റിക്കോ. യു വിൽ സീ ദ മിറക്കിൾ ഹാപ്പൻ. അല്ല, യേശു ഒറ്റ വാക്കുകൊണ്ട് കാലൊക്കെ പൊട്ടിത്തെറിച്ച് ലാസർ വെളി വന്നേനെ. ലാസറേന്ന് ഒരു വിളിക്കുമ്പോൾ, പക്ഷെ നമ്മളെ മാറ്റാൻ കർത്താവ് അത് കാണാൻ ആഗ്രഹിക്കുക. എൻ്റെ ഫെയ്ത്ത് കാണാൻ ആഗ്രഹിക്കുക. വേർ ഇസ് യുവർ ഫെയ്ത്ത്? നിന്റെ ആ ശിഷ്യന്മാരോട് കൊടുങ്കാറ്റടിച്ച പടകിൽ യേശു അവരോട് ചോദിച്ചു, വേർ ഈസ് യുവർ ഫെയ്ത്ത് എന്നാ കർത്താവ്. നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നല്ലോ. ഇതിനെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. റോൾ ദ സ്റ്റോൺ and the hand of Jesus will come down. ഉറപ്പോടെ ഞാൻ പറയാം, യേശുവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും. അവൻ ഒരിക്കലും വാക്ക് മാറത്തില്ല. പറഞ്ഞിട്ടുണ്ടോ? തന്റെ വാക്കിൽ താൻ വിശ്വസന. ജസ്റ്റ് ബിലീവ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. പ്രൈസ്, ഈ പ്രഭാതത്തിലും അത് കർത്താവ് ആരോട് പറയുകയാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു പ്രേ. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് റോൾ ദ സ്റ്റോൺ. ആ കല്ലെല്ലാം മാറ്റിക്കോ. എല്ലാ കല്ലും മാറ്റിക്കോ. ആ കടഭാരത്തിന്റെ കല്ല്, ആ രോഗത്തിന്റെ കല്ല്. ഇന്നലെ ആ സഹോദരി എന്നാ മിറക്കിളായിരുന്നു എന്നറിയോ? ആ സഹോദരി തടിച്ച വയറുമാണ്, ക്യാൻസറാണ് തനിക്ക്. തന്റെ വയറ് മുഴുവൻ തടിച്ചിരിക്കുക. ശക്തമായ വേദനയോടെയാണ് താൻ വന്നത്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ തടിപ്പ് അങ്ങ് മാറി, ആ വേദന അങ്ങ് മാറി. ഷി ഫെൽറ്റ് ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് കമ്മിങ് ഡൗൺ ഓൺ ഹർ. അവളത് കണ്ടു. ഞങ്ങൾ പറഞ്ഞു, പോയി ചെക്ക് ചെയ്തോണം, ക്യാൻസർ ഇനി അവിടെ കാണത്തില്ല. ജീസസ് ഡെലിവേർഡ് ഹർ ടോട്ടലി. നോക്ക്, കല്ല് ഉരുട്ടി മാറ്റാവോ, ആ ഭാരമെല്ലാം ഉരുട്ടി മാറ്റാവോ. യു വിൽ സീ ദ മൈറ്റി തിങ്സ് ഓഫ് ലോർഡ്. എൻ്റെ കർത്താവിൻ്റെ കാര്യം നിങ്ങൾ കാണും. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ലെറ്റ് us pray together and the Lord is going to touch. ഈ 10 ദിവസം ഉപവാസതരം പ്രാർത്ഥനയിലും ഒക്കെ ദൈവം സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. കർത്താവിൻ്റെ കൂടെ ആ സമയം അങ്ങ് ചെലവഴിച്ചോ, ഒന്നിനും കുറവ് വരത്തില്ല. പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കേട്ടതുപോലെ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. കർത്താവ് കൂടെ ഇരുന്ന്
അത്ഭുതമാക്കണമേ. എല്ലാ നിരാശകളും എല്ലാ ആകുല ചിന്തകളും എല്ലാം മാറിപ്പോട്ടെ. എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. അവർ കടന്നു പോകുന്ന ഭാരങ്ങൾ, വിഷമങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താവ് അവരെ ബലപ്പെടുത്തണമേ, അവരെ ശക്തീകരിക്കണമേ. ആ അവിശ്വാസം എന്ന ആ കല്ല് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വിശ്വസിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഉൾക്കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ചെവികളെ തുറക്കണമേ. വചനം അനുസരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഓരോ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവ് എല്ലാ രോഗികളും ഇപ്പോൾ തന്നെ സൗഖ്യമാണ്. കർത്താവിൻ്റെ കരം ഓരോരുത്തരെയും തൊടട്ടെ. ദൈവിക സമാധാനം അവരുടെ ഉള്ളിൽ കൊടുക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഓരോ രോഗികളും സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കരം തൊടട്ടെ. തലവേദനകൾ മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അനേക വർഷങ്ങളായിട്ടുള്ള തലവേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. പലരെയും കർത്താവ് തൊടുക, ഇപ്പോൾ തന്നെ തൊടുക. കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഓരോരുത്തരും നിറയട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കല്ലുകളൊക്കെ ഉരുട്ടി മാറ്റിയിരിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം അവരിൽ ഇറങ്ങാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികളെല്ലാം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ, വഴി തുറക്കട്ടെ. സാറ എന്ന് പറഞ്ഞൊരു സഹോദരി എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ് അത്ഭുതകരമായി, നീ വളരെ നാളുകളായി വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ വേഗത്തിൽ ആ വിസ റിലീസാകുന്നത് ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ വിസകൾ റിലീസാകട്ടെ. നിന്റെ ആ ഭാരം ഉണ്ടല്ലോ, ആ ഹെവിനെസ് ഇന്ന് മാറ്റിക്കോ. റോൾ ദ സ്റ്റോൺ, ആ കല്ല് ഇന്ന് ഉരുട്ടി അങ്ങോട്ട് മാറ്റിക്കേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ നിന്റെ മകൾക്ക് മാത്രമല്ല, വിസകൾ റിലീസാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജോലികൾ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അപ്പോയിന്റ്മെന്റ്സ് ഓർഡർ വരട്ടെ, പ്രൊമോഷൻസ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വഴി തുറക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ, രൂപാന്തരങ്ങൾ ഉണ്ടാകട്ടെ. ഹൃദയങ്ങളെ തൊടണമേ, ജീവിതങ്ങളെ തൊടണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയവും, എല്ലാ ഭാരവും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ നിരാശകളും, ആ കല്ലുകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ അയക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ മേൽ എൻ്റെ കർത്താവിന്റെ മഹത്വം ഇറങ്ങണമേ. കുഞ്ഞുങ്ങളെ കുറിച്ച് വെറിയിടായിട്ടിരിക്കുന്ന ചില മാതാപിതാക്കളെ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത്? വളരെ യു ആർ ഫെഡപ്പ്. നീ ഫെഡപ്പ് ആണെന്ന് പറയുന്ന കല്ല് ഇന്ന് ഉരുട്ടി മാറ്റിക്കോ. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് വിചാരപ്പെടരുത്, ഒന്നും ഭാരപ്പെടരുത്. അവർ യേശുവിന്റെ മക്കളാണ്. അവർ കർത്താവ് ദൈവം, തലമുറ ദൈവത്തിന്റെ ദാനമാണ്. അവർ യേശുവിന്റെ മക്കളായതുകൊണ്ട് ആ ഭാരം നീ മാറ്റിക്കോ. കർത്താവ് അവരെ തൊടും. ഹി വിൽ ഇന്റർവീൻ സ്ട്രേറ്റ് ടു ദം. അവരെ നേരിൽ അവരുമായിട്ട് എൻ്റെ കർത്താവിന്റെ സ്പർശനം ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. തലമുറകളെ കുറിച്ചുള്ള എല്ലാ വെറികളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ കർത്താവിന് ഈ പ്രഭാതത്തിൽ ചോദിക്കാനുള്ളത്, നീ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ് ആൻഡ് വിൽ യു റോൾ ദ സ്റ്റോൺ? നിങ്ങളെ കല്ല് ഉരുട്ടി മാറ്റുമോ? അതോ ഭാരം കൊണ്ട് നടക്കുമോ? 2025 ഉണ്ടായിരുന്നത്, ആർ യു ക്യാരിങ് ദാറ്റ് ഹെവിനെസ് ഇൻ 2026? വിട്ടോ, എല്ലാം വിട്ടോ. എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാൻ മേലാത്ത ഒരു സാഹചര്യമില്ല. ലോകപ്രകാരം നോക്കിയാൽ ഏറ്റവും വലിയ ഇംപോസിബിൾ ആണ്. മരിച്ചു, നാറ്റം വെച്ചു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് യു ആർ ഹിയർ, നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ബട്ട് കാരണം അവര് കണ്ട പ്രാക്ടീസ് അതാ. നീ കണ്ടതിന് വിപരീതമായ വേറെ രീതിയിൽ എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. അവന്റെ വഴികൾ ഉയർന്നവയാണെന്ന് ദൈവവചനം പറയുക. ജസ്റ്റ് ബിലീവ്. എൻ്റെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ബിലീവ്, ജസ്റ്റ് എംബ്രേസ് യുവർ ഫെയ്ത്ത്. ആ വിശ്വാസത്തെ നോക്ക്, സൂക്ഷിച്ചോ. ആ വിശ്വാസം സൂക്ഷിച്ചു വെച്ചോ. നിങ്ങളുടെ വിലയേറിയ വിശ്വാസമെന്ന് നിങ്ങൾ പത്രോസ്ലീഹ പറയുന്നത്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. അപ്പൊ നോക്ക്, അതാ ഏറ്റവും പ്രഷ്യസ് ഫെയ്ത്താണ്, ഏറ്റവും വിലയേറിയത് വിശ്വാസമാണ്. ആ വിലയേറിയ വിശ്വാസം സൂക്ഷിച്ചോ, ഒന്നിനും കുറവ് വരത്തില്ല. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.
എൻറോൾ ദ സ്റ്റോൺ. അത് മാത്രം ഓർത്തോണം. ആ കല്ല് ഉരുട്ടി മാറ്റിക്കോണം. ആ ഭാര്യപ്പെട്ട എന്നാ ചെയ്യും, ഞാനല്ല ചെയ്യുന്നത്. പ്രൈസ്, നീ വിശ്വസിച്ചാൽ മതിയെന്നാണ് കർത്താവ് പറഞ്ഞു. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യാൻ നിൽക്കാതെ കർത്താവിന് ആ ഹാൻഡ് അങ്ങോട്ട് കൊടുത്തേ, കർത്താവിന്റെ കൈ ഇറങ്ങി ഇങ്ങോട്ട് വരട്ടെന്നേ. പ്രൈസ്, നമ്മൾ അതിൻ്റെ അകത്തിട്ട് കൈയിട്ടിളക്കി കുളമാക്കാതെ കർത്താവിന്റെ കൈ അങ്ങോട്ട് ഇറങ്ങി വരട്ടെ. ജസ്റ്റ് ബിലീവ്. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പല സ്ഥലങ്ങളിൽ മീറ്റിംഗ് ഉണ്ട്, കടന്നു വരാവുന്ന അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. സോ കടന്നു വരാവുന്ന എല്ലാവരും കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.